നമസ്കാരം. ഒരു പഞ്ചായത്ത് എങ്ങനെയായിരിക്കണമെന്ന് ജനങ്ങളെ കാണിച്ചു നൽകുകയാണ് കുമ്പള പഞ്ചായത്ത്. 9 മത്സ്യത്തൊഴിലാളികൾ, വീടില്ലാത്ത, ഒരു വീട് സ്വപ്നം കണ്ട 9 മത്സ്യത്തൊഴിലാളികൾക്ക് ഇതാ നല്ല വീടുകളും അതുപോലെ തന്നെ നല്ല ജീവിത സൗകര്യമൊക്കെ ഒരുക്കി നൽകിയ കുമ്പള പഞ്ചായത്ത്. എന്റെ പിന്നിൽ കാണുന്ന 9 വീടുകൾ കുമ്പള പഞ്ചായത്തിന്റെ സമ്മാനമാണ്. അത് തനത് ഫണ്ടിൽ നിന്നുമാണ് ഈ 9 വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾ കാണാം, മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾ ഓടിക്കളിക്കുന്നു, പലരും സന്തോഷത്തോടെ ആനന്ദ കണ്ണീർ പൊഴിക്കുകയാണ്. ഇവിടെ എത്ര സുന്ദരമായ ഒരു കാഴ്ചയാണ് ഇത്. ഇതുപോലെ ഓരോ പഞ്ചായത്തും ഒരു വീട് നിർമ്മിച്ചില്ലേ? 9 വീടുകൾ ഇവിടെ കാണുന്നുണ്ട്. നോക്കട്ടെ. ഞാൻ പെട്ടെന്ന് കാണുമ്പോൾ 9 വീടുണ്ടായിരുന്നു ഇവിടെ. വീട് നിർമ്മിക്കാനുള്ള സംവിധാനം സൗകര്യമൊന്നും ഇല്ലാതെ അതെങ്ങനെയാണ് പറഞ്ഞത്? 2005-10 ഞങ്ങള് 2005-10 ഞങ്ങളെ കുമ്പള പഞ്ചായത്ത് 30 ലക്ഷം രൂപ കൊടുത്ത സ്ഥലത്താണ് വീടുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഫണ്ട് വെച്ചിട്ട് ഒരു അഴിമതി പോലെയുള്ള രീതിയിലേക്കാണ് ഈ. അപ്പൊ ഇവിടെ വീടില്ലാന്നാ പറയുന്നത്? വീടില്ല, വീട് റെയിൽവേ സംബന്ധിക്കും. അത് ശരി, ഇവിടെ വീടില്ലല്ലേ? എന്റെ ചെറിയൊരു കാഴ്ച പ്രശ്നമാണ്. സോറി, ഐ ആം റിയലി സോറി. പ്രേക്ഷകർ ക്ഷമ ചോദിക്കുകയാണ്. എന്റെ ധാരണയിൽ 2005-2010 കാലഘട്ടത്തിൽ അന്നത്തെ കുമ്പള പഞ്ചായത്ത് ഭരണസമിതി വീട് നിർമ്മിക്കാനായി നൽകിയ സ്ഥലമാണിത്. അവിടെ ഒരു 9 വീടുകൾ ഉയർന്നു വന്ന് അവിടെ കുട്ടികളൊക്കെ ആ ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. സോറി, ഐ ആം റിയലി സോറി. പ്രേക്ഷകരോട് ക്ഷമ ചോദിക്കുകയാണ്. എന്താണ് പേര്? നിയാസ്. അപ്പോ 2005-2010 കാലഘട്ടത്തിൽ കുമ്പള പഞ്ചായത്ത് തനത് ഫണ്ടിൽ 30 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഈ സ്ഥലം വാങ്ങിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്ത് 9 മത്സ്യത്തൊഴിലാളികൾക്ക് ഭവനം നിർമ്മിക്കുക, അല്ലെങ്കിൽ അവർ ഭവനം നിർമ്മിക്കുക എന്നൊരു ഉദ്ദേശത്തോടെയാണ് ആ സ്ഥലം നൽകിയിരിക്കുന്നത്. ഇപ്പൊ 2005-2010 കഴിഞ്ഞ് 2025 നമ്മളുള്ളത്. 20 വർഷമായിട്ടും ഇവിടെ ഭവന നിർമ്മാണം നടന്നിട്ടില്ല. എന്താണ് ഇവിടെ? ഒന്നാമത് ഒരു ഷെഡ്, ഒരു പരയാണ് കെട്ടുന്നതിൽ പോയിട്ട് ഒരു ഷെഡ് രൂപത്തിലെ കെട്ടിട്ട് റെയിൽവേന്റെ കറണ്ടിന് പോകുമ്പോ റെയിൽവേ ആണ് ഇത് കറണ്ട് വലിക്കാൻ പറ്റില്ല ഈ ഷെഡ് നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ റെയിൽവേ തടസ്സപ്പെടുത്തി. അല്ല, ഞാൻ ചോദിക്കട്ടെ, സ്വാഭാവികമായി ഇത്രയും അടുത്ത് റെയിൽവേ, അതായത് ഒരു 6 അടി ദൂരത്തിൽ 7 അടി ദൂരത്തിൽ റെയിൽവേ ട്രാക്ക് എടുക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇവിടെ പെർമിഷൻ ലഭിക്കില്ല എന്നുള്ളത് ആർക്കും അറിയാവുന്ന കാര്യമല്ലേ? പിന്നെ എങ്ങനെയാണ് ഇത് മത്സ്യത്തൊഴിലാളികളെ കൊടുത്തത്? ഈ 9 കുടുംബത്തിൽ ഏകദേശം 2-3 പേര് ഈ വീടിനെ ആശ്രയിച്ചിട്ട് തന്നെയാണ് ഈ സ്ഥലം കിട്ടിയത്. നല്ലൊരു സന്തോഷത്തോടുണ്ടായിരുന്നു. ഇത് ബാക്കി എല്ലാവരും ഡമ്മിയാണോ? ഒരു ഡമ്മി രീതിയിലാണ് ഇയാളിനെ. ആരാണ് ഇയാള്? അമിച്ചാണ് പറയും, കഴിഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അതായത് അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹമീദിന്റെ കുടുംബ സ്വത്താണ്. പെങ്ങളെ വീട്ടിലാണ് ഈ സ്വത്തുള്ളത്. ആ സ്വത്തിനെ അപ്പൊ പ്രോപ്പർട്ടിയിൽ 24,000-25,000 രൂപ വില നിശ്ചയിക്കുന്നു. അപ്പൊ ഇതിനായിട്ട് നല്ലൊരു സ്ഥലത്തിന് ഇവിടെ നടക്കുന്നുണ്ട് 2,000-5,000. അതിന് മാക്സിമം ഏറ്റവും കൂടുതൽ റേറ്റ് വെച്ചിട്ടാണ് ഈ സ്ഥലം ഈ പാവങ്ങൾക്ക് നിർമ്മിച്ച്. അതായത് ഹമീദിന്റെ കുടുംബ സ്വത്ത് വിൽക്കാൻ കഴിയാത്തപ്പോ അത് പഞ്ചായത്തിൽ ഒരു പദ്ധതി ഉണ്ടാക്കി ഒരു 3 യഥാർത്ഥ മത്സ്യത്തൊഴിലാളികളും 6ഓളം ഡമ്മികളെ ഉണ്ടാക്കിയിട്ട് അവർക്ക് സ്ഥലം കൊടുക്കുക എന്ന ധാരണയിൽ പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതിയിലൂടെ അവർക്ക് സ്ഥലം നൽകി. ആ സ്ഥലം നൽകിയിട്ട് ഇപ്പൊ ഇവർക്ക് ഇവിടെ തൂറാൻ പിടിക്കുമ്പോ പോയിട്ട് ഇരിക്കാമെന്നല്ലാണ്ട് മറ്റു കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് എത്ര എപ്പോഴാണ് സ്ഥലം കിട്ടിയത്? അപ്പൊ നിങ്ങൾ പുര കെട്ടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ? എന്ത് കിട്ടാല? പുര കെട്ടാൻ കഴിയാല? പൈസ പാസ്സായി കെട്ടാൻ വേണ്ടി അവിടെ റെയിൽവേന്റെ സമ്മതിച്ചിട്ടാ കെട്ടാൻ വേണ്ടിട്ട്. ആര് നിങ്ങളെ തോപ്പിച്ചു നിങ്ങൾക്ക് തോന്നുക? ഞങ്ങൾക്ക് ഇപ്പൊ വീശതാണ്. ഞങ്ങൾ എന്താ പറയാൻ കാര്യം, അയാൾ തന്നു ഞമ്മക്കിപ്പോ ഒരു ഗുണത്തിന് ഇല്ലാത്തായി. ഇവിടെ കുറെ ശ്രമിച്ചു കിട്ടിയത്. ഏകദേശം വീടില്ലാതെ 2-3 കുടുംബം പല പഞ്ചായത്തിലും അവിടെ ഇവിടെ എല്ലാം പോയിട്ട് ശ്രമിച്ചു ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടിട്ട്. അപ്പൊ റെയിൽവേ ഒരു കാരണവശാലും
വീട് നിർമ്മിക്കാൻ പറ്റുന്നതായിട്ട് ആ കുറെ മടിക്കാക്കുന്നു. അപ്പോ പിന്നെ ഒന്നാമത് ഈ പഞ്ചായത്തിന്റെ ആനുകൂല്യം കിട്ടില്ല. ആ ആ ഈ റെയിൽവേ 30 മീറ്റർ ദൂരം ഡിസ്റ്റൻസ് ഇല്ലാതെ ഇതിലേക്ക് പഞ്ചായത്ത് നമ്പറോ അതായത് പഞ്ചായത്ത് കൊടുത്ത സ്ഥലത്ത് പഞ്ചായത്തിന്റെ ഒരു ആനുകൂല്യവും കിട്ടില്ല, ആനുകൂല്യം കിട്ടില്ല, പഞ്ചായത്തിന്റെ നമ്പറും കിട്ടൂല. നമ്പറും കിട്ടില്ല. പിന്നെ പാവങ്ങൾക്ക് ഈ ഭൂമി കൊടുത്തിട്ട് കാര്യമില്ല. പുറം ആ അപ്പോ ഹമീദിന്റെ കുടുംബസ്വത്ത്, അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്ന ഹമീദിന്റെ കുടുംബസ്വത്ത് വിൽക്കാൻ പ്രയാസപ്പെട്ടപ്പോൾ ഒരു പദ്ധതി തയ്യാറാക്കി. നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഇത് മത്സ്യത്തൊഴിലാളികൾ എന്ന പേരിൽ പലരുടെയും തലയിൽ കൊണ്ടിടാൻ ശ്രമിച്ചു. അതിൽ 3 പേര് മാത്രമാണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടവർ. മറ്റുള്ളവരൊക്കെ ഈ ഹമീദിന്റെ ഡമ്മികളാണെന്ന് പറഞ്ഞ് 20 വർഷം കഴിഞ്ഞിട്ടും ഈ ഭൂമി ഇപ്പോഴും ഇങ്ങനെ തന്നെ നിൽക്കുകയാണ്. എന്റെ അറിവിൽ 1986 മുതൽ തന്നെ ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഈ നിർമ്മാണങ്ങൾക്ക് ബാധകമാണ്. ആണല്ലേ? ആണല്ലോ, അതെ. അപ്പൊ ബാധകമാണ്. അപ്പൊ പഞ്ചായത്ത് പ്രകാരം നമ്പർ ലഭിക്കാനിടയില്ല, റെയിൽവേ സമ്മതിക്കില്ല, ഒരു വൈദ്യുതി പോലും ലഭിക്കില്ല. ഒരു ഭൂമി എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഒഴിവാക്കാൻ, കുടുംബസ്വത്ത് തലയിൽ നിന്ന് ഒഴിവാക്കാൻ പഞ്ചായത്തിൽ പദ്ധതി കൊടുത്ത ആദ്യത്തെ രാഷ്ട്രീയക്കാരനാണ് ഈ ഹമീദ് എന്നാണ് പറയപ്പെടുന്നത്. നമുക്കിനി എന്റെ ഒരു സ്ഥലം വിൽക്കാനുണ്ട്. ഞാൻ ഇതിന് രാഷ്ട്രീയ പാർട്ടിയിൽ കയറിയാണ്. കുറെ കാലമായി വിൽക്കാൻ ശ്രമിച്ച് നടക്കുന്നില്ല. അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ഹെവി ഹൈ ടെൻഷൻ കമ്പി പോകുന്ന ഒരു ടെൻഷനുണ്ട്. നമുക്കൊരു ഏത് രാഷ്ട്രീയ പാർട്ടിയായിരിക്കും ഏറ്റവും നല്ലത്? രാഷ്ട്രീയ പാർട്ടി ഇയാൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല. ഇയാള് കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഭാര്യയാണ് 19ാം വാർഡില് പാർട്ടിക്ക് ഏത് പാർട്ടിയാണ് മുസ്ലിം ലീഗാണ്. നിങ്ങൾ മുസ്ലിം ലീഗാണ്? ഓക്കെ. അപ്പൊ ഹമീദ് ഏത് പാർട്ടിക്കാരനാണ്? മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അയാള് മുമ്പിന്റെ മറ്റുള്ള പാർട്ടിയിലാണ്. അയാൾ മാറി കളിക്കുന്ന ആളാണ്. ഇപ്പൊ നിലവിൽ അയാൾ ഏത് പാർട്ടിക്കാരാണ്? മുസ്ലിം ലീഗ്. അയ്യോ, ആള് പുലിയാണല്ലോ. അയാൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല. അയാള് മറക്കുക. ഇതൊക്കെ ഇദ്ദേഹം പറയുന്നതാണ്. ഇതിന്റെ ഉത്തരവാദിത്വത്തിന് മാത്രമാണ്. ഭാര്യ തന്നെ കഴിഞ്ഞ പ്രാവശ്യം അയാള് ഇവിടെ സ്ഥാനാർത്ഥി നിർത്തിയിട്ട് പാർട്ടി ചിഹ്നത്തിന് മത്സരിച്ച് സ്ഥാനാർത്ഥിനെ തോൽപ്പിച്ചിട്ട് അയാള് പാർട്ടിയിൽ 6 മാസക്കാലം സസ്പെൻഷനിലായി. അതിന് നിങ്ങളെ ഭാര്യയാണ് പിന്നെ അയാളെ കൊണ്ടു നോക്കിയത്? അല്ല, എന്റെ ഭാര്യ മുസ്ലിം ലീഗിന്റെ ചിഹ്നത്തിൽ മത്സരിച്ചു. നിങ്ങളെ ഭാര്യക്കെതിരെ അദ്ദേഹം റിബൻ നിർത്തിച്ചു. ഇതിന്റെ ഒരു പക വീട്ടലാണ് ഈ സംഭവം എന്ന് ഞാൻ പറഞ്ഞ? അല്ല, പക വീട്ടലല്ല. അതേ ഇപ്പൊ ഡോക്യുമെന്റ് ഉണ്ടോ ഇതുമായി ബന്ധപ്പെട്ട? ഡോക്യുമെന്റ് എല്ലാ എവിഡൻസും ഇത് ഞാൻ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ വേണ്ടിട്ട് കഴിഞ്ഞ 1 മാസമായിട്ട് ഇവരെന്നെ വിളിക്കാണ്, കോണ്ടാക്ട് ചെയ്യാണ്. കാരണം എന്റേതായ തിരക്കും എന്റെ ചെറിയ ശാരീരികമായ പ്രയാസങ്ങൾ കാരണം ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, പുറത്തു വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു മാസമായിട്ട് ഇവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബുർഹാന, ഇത് നമുക്ക് പുറം ലോകത്തെ അറിയിക്കണം എന്ന നല്ല ഉദ്ദേശത്തോടെ തന്നെ ഇവർ ബന്ധപ്പെടുന്നുണ്ടായിരുന്നു. ഇത്രയും 1 മാസം എന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇവരുടെ നിരന്തരമായ ആവശ്യം ഞാനങ്ങ് നിറവേറ്റി കൊടുക്കുകയാണ്, ജനങ്ങളെ അറിയിക്കുക എന്നുള്ള ബാധ്യതയാണ്. മായ വരുന്ന സമയത്തില്ല ഒരു സാധാരണ ഈ ഒരു 5 വയസ്സിന്റെ കുഞ്ഞുങ്ങളെല്ലാം മുങ്ങിപ്പോകും. അപ്പോ തൂറാൻ മാത്രമല്ല, അത്യാവശ്യം കുളിക്കാനും സ്വിമ്മിംഗ് പൂൾ ആക്കാനും പറ്റും. ഞാൻ ഇത്രയും ഭാഷകൾ ഉപയോഗിക്കുന്നത് ഇത്രയും നെറികെട്ട ഒരു ജോലി അവർ ചെയ്തുകൊണ്ടാണ്. അവരെ ഈ രീതിയിൽ പൊളിച്ചു മാറ്റി. ഇത് ഇവിടെ എന്തും ചെയ്യാൻ പറ്റില്ല. സത്യം പറഞ്ഞെങ്കിൽ ഇയാള് പഞ്ചായത്തിന്റെ പ്രോപ്പർട്ടിനെ അയാള് ഈ പദ്ധതി തയ്യാറാക്കുന്ന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അപ്പോ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കഥകള്. അതായത് പിന്നെ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ വിൽക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കേസിലകപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പോയി ചേരുക, പെട്ടെന്ന് തന്നെ അവിടെ കുറച്ച് പണവും കാര്യങ്ങളൊക്കെ ചെലവഴിച്ച് ഉന്നത പദവിയിലെത്തുക, എങ്ങനെയെങ്കിലും നമുക്ക് ബാധിക്കപ്പെടുന്ന ആ വിഷയങ്ങളൊക്കെ അതിലൂടെ കൈകാര്യം ചെയ്യും. നാടിനെ സേവിക്കണം, ജനങ്ങളെ സേവിക്കണം എന്നുള്ളതൊക്കെ ഇവർക്ക് 2ാം വിത്തമിഷയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആഫ്രിക്കയിലെ ഒരു മോട്ടിവേറ്റർ പറഞ്ഞ പ്രസംഗത്തിന്റെ 4 വരികളാണ്. ആ പ്രസംഗത്തിലെ വരികൾ ഇങ്ങനെയാണ്: ഒരു സാധാരണ കള്ളനും രാഷ്ട്രീയക്കാരനായ കള്ളനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാമോ? സാധാരണ കള്ളൻ നിങ്ങളുടെ പണവും സ്വർണവും മറ്റ് സാധനങ്ങളുമാണ് കവർച്ച ചെയ്യാറ്. എന്നാൽ രാഷ്ട്രീയക്കാരനായ കള്ളൻ നിങ്ങളുടെ ഭാവി, വിദ്യാഭ്യാസം, ജീവിതം, ആരോഗ്യം, കച്ചവടം, വിശ്വാസം എന്നിവയാണ് മോഷ്ടിക്കുന്നത്. ഇതിൽ രസകരമായ കാര്യം എന്തെന്നാൽ സാധാരണ കള്ളൻ ആരിൽ നിന്നാണ് മോഷ്ടിക്കേണ്ടതെന്ന് അവൻ സ്വയം തീരുമാനിക്കും. എന്നാൽ നിങ്ങളിൽ നിന്നും മോഷ്ടിക്കപ്പെടേണ്ട ആളുകളെ നിങ്ങൾ സ്വയം തെരഞ്ഞെടുക്കുന്നു, അവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുന്നു, അവരെ അന്ധമായി പിന്തുണക്കുന്നു. ഇതിലും രസകരമായ കാര്യം, നമ്മുടെ സമ്പാദ്യങ്ങൾ സാധാരണ മോഷ്ടാക്കളിൽ നിന്നും സംരക്ഷിക്കാൻ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യുന്നു. എന്നാൽ രാഷ്ട്രീയ കള്ളനെ സംരക്ഷിക്കാൻ നമ്മൾ പരസ്പരം പോരാടുകയാണ്. നമ്മുടെ ഭാവിയും സമ്പാദ്യവും ആരോഗ്യവും മോഷ്ടിച്ചവനെ രക്ഷിക്കാൻ നമ്മൾ ജീവിതം മറന്ന് മുന്നിട്ടിറങ്ങുന്നു. തലച്ചോറ് പണയം വെക്കാനുള്ളതല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ, എന്തിനാണ് ഈ രാഷ്ട്രീയ കള്ളന്മാരെ പിന്തുണക്കുന്നത്?
അവർക്ക് വേണ്ടി പോരാടുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് നിങ്ങൾ ഈ കാണാത്ത 9 വീടുകൾ. നന്ദി, നമസ്കാരം.